Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാറ്റഗറി നമ്പർ 447/2023 ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ 5 ജില്ലയിലാണ് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് വന്ന ജില്ലകളിലെ കട്ട് ഓഫ് എത്രയാണ്, എത്ര പേര് മെയിൻ ലിസ്റ്റിലുണ്ട് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഇത് വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം, ഏകദേശം എത്രത്തോളം ആൾക്കാരുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സെർച്ച് ചെയ്യുന്നത്. അതായത് ലാബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ഡീറ്റെയിലോടെ രണ്ടുകൂടെ ക്രോഡീകരിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറയുമ്പോൾ കുറച്ച് പേർക്ക് വിഷമം വരും. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സത്യം ആണ് എന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലാബോറട്ടറി അസിസ്റ്റന്റിന്റെ അതുപോലെ തന്നെ ASMന്റെ ഒക്കെ വീഡിയോ നേരത്തെ ഞാൻ ചെയ്തത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിട്ട് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഷോർട്ട് ലിസ്റ്റ് വന്ന ജില്ലകൾ 5 എണ്ണമാണ് ഞാൻ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഓരോ ജില്ലയിലും വേക്കൻസി ഒക്കെ എത്ര ഉണ്ടെന്ന് ഇപ്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ആൾക്കാരുടെ എണ്ണം കുറച്ചിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് ടോട്ടൽ വേക്കൻസി ഇപ്പോഴുള്ളത്, അതായത് ലാബോറട്ടറി അസിസ്റ്റന്റ് 447/2023 ഇതിന് എത്ര വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ചാൽ ടോട്ടൽ 18 വേക്കൻസിയാണുള്ളത്. 10 NGDയും 8 ഫ്രഷും, അങ്ങനെ 18 വേക്കൻസിയാണ് തിരുവനന്തപുരത്തുള്ളത്. കൊല്ലത്ത് 3 NGD വേക്കൻസിയും 8 ഫ്രഷും, അങ്ങനെ ടോട്ടൽ 11 വേക്കൻസിയാണ് കൊല്ലത്തുള്ളത്. പത്തനംതിട്ടയിൽ 4 NGD വേക്കൻസിയും 1 ഫ്രഷ് വേക്കൻസിയും, ടോട്ടൽ 5 വേക്കൻസിയാണുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ നോക്കുമ്പോൾ 5 വേക്കൻസിയാണ് അവിടെ നിലവിലുള്ളത്. ഓക്കെ, വെറും 19 പേരുടെ മെയിൻ ലിസ്റ്റാണ് പത്തനംതിട്ട ജില്ലയിൽ ഇരിക്കുന്നത്. ഓക്കെ, കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 76.24 കട്ട് ഓഫ്. ഓക്കെ, അപ്പം അവിടെ 5 വേക്കൻസി ഉള്ളപ്പം 19 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ആലപ്പുഴ നോക്കുമ്പോൾ ആലപ്പുഴ ടോട്ടൽ വേക്കൻസി 5 ആണ്. അതിൽ 2 NGD 3 ഫ്രഷും. ഓക്കെ, ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടില്ല. നമ്മൾ കോട്ടയത്ത് ആകെ 1 വേക്കൻസിയാണുള്ളത്, 1 NGD വേക്കൻസിയാണുള്ളത്. നെക്സ്റ്റ് ഇടുക്കിയിൽ വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല. എറണാകുളത്ത് ടോട്ടൽ 17 വേക്കൻസിയാണുള്ളത്, 10 NGDയും 7 ഫ്രഷും. ഓക്കെ, അടുത്ത തൃശ്ശൂർ 5 NGD വേക്കൻസിയും 5 ഫ്രഷ് വേക്കൻസി, ടോട്ടൽ 10 വേക്കൻസിയാണ് തൃശ്ശൂർ റിപ്പോർട്ട് ആയിരിക്കുന്നത്. തൃശ്ശൂരാണ് ലാസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ടോട്ടൽ അവിടെ 96 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. കട്ട് ഓഫ് 76.24 തന്നെയാണ്. അതായത് നമ്മുടെ പത്തനംതിട്ട വന്ന അതേ കട്ട് ഓഫ് തന്നെയാണ് തൃശ്ശൂരും വന്നിരിക്കുന്നത്. അവിടെ 10 വേക്കൻസി ഉള്ളപ്പം 96 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. പാലക്കാട് ടോട്ടൽ വേക്കൻസി 7 ആണ്, 4 NGD 3 ഫ്രഷും. മലപ്പുറത്ത് 5 NGD 10 ഫ്രഷ്, 15 വേക്കൻസിയാണ് മലപ്പുറത്തുള്ളത്. ഇനി അടുത്ത കോഴിക്കോട് നിലവിൽ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്. 16 ഫ്രഷ് NGDയും 10 ഫ്രഷും, ടോട്ടൽ 26 വേക്കൻസിയാണ് കോഴിക്കോട് ഉള്ളത്. കോഴിക്കോടത്തെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. കോഴിക്കോട് 93 പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. 77.66 ആണ് അവിടുത്തെ കട്ട് ഓഫ്. നെക്സ്റ്റ് വയനാട് ടോട്ടൽ വേക്കൻസി 6 ആണ്. അതിൽ 2 NGDയും 4 ഫ്രഷും. ടോട്ടൽ മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം 33 ആണ്. ഓക്കെ, കട്ട് ഓഫ് 74.47. ഓക്കെ, അപ്പം വയനാട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അടുത്ത കണ്ണൂർ ടോട്ടൽ വേക്കൻസി 9 ആണ്, 8 NGDയും 1 ഫ്രഷും. ഓക്കെ, നെക്സ്റ്റ് കാസർഗോഡും ലിസ്റ്റ് വന്നിട്ടുണ്ട്. ടോട്ടൽ അവിടെ 7 വേക്കൻസിയാണുള്ളത്, 5 ഫ്രഷ് NGDയും 2 ഫ്രഷും, അങ്ങനെ 7 വേക്കൻസി. കാസർഗോഡ് ജില്ലയിൽ 54 പേരുടെ ലിസ്റ്റാണ് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. 75.18 ആണ് അവിടുത്തെ കട്ട് ഓഫ്. ഓക്കെ, ഇനി നമുക്ക് ലിസ്റ്റ് വന്ന ജില്ല ഒന്നുകൂടെ ഞാൻ പറയാം. പത്തനംതിട്ട വന്നിട്ടുണ്ട്, തൃശ്ശൂർ, അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, ഇത്രയും ജില്ലകളിലാണ് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ 5 വേക്കൻസിയാണുള്ളത്. 5 വേക്കൻസിക്ക് 19 പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, തൃശ്ശൂർ 10 വേക്കൻസിയാണുള്ളത്, 96 പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, കോഴിക്കോട് 26 വേക്കൻസിയാണുള്ളത്, 93 പേരുടെ മെയിൻ ലിസ്റ്റാണ് അവിടെ ഇട്ടിരിക്കുന്നത്. നെക്സ്റ്റ് വയനാട് 6 വേക്കൻസിയാണുള്ളത്, 33 പേരുടെ ലിസ്റ്റാണ് അവിടെ മെയിൻ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ കാസർഗോഡ് 7 വേക്കൻസിയാണുള്ളത്, 54 പേരുടെ ലിസ്റ്റാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തൃശ്ശൂർ ഇപ്പം നിലവിൽ വന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ 10 വേക്കൻസിയാണ്. ഓക്കെ, അതുപോലെ തന്നെ കോഴിക്കോട് വന്നിരിക്കുന്നത് 26 വേക്കൻസിയാണ്. അപ്പം 10നേക്കാട്ടും കൂടുതലാണല്ലോ 26. തൃശ്ശൂർ വന്നിരിക്കുന്നത് 96 പേരുടെ ലിസ്റ്റും വേക്കൻസി താരതമ്യം നമ്മൾ പറയുമ്പം, നമ്മളിപ്പോൾ ലിസ്റ്റ് വന്ന ജില്ലയിൽ പറയുമ്പം തൃശ്ശൂർ 10 വേക്കൻസി ഉള്ളപ്പോൾ 96 പേരുടെ ലിസ്റ്റ് ഇട്ടു. പക്ഷേ കോഴിക്കോട് 26 വേക്കൻസി വന്നപ്പോൾ 93 പേരുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അവിടെ കുറച്ചു, അതായത് വേക്കൻസി കൂടുതലുള്ളപ്പോൾ ഷോർട്ട് ലിസ്റ്റിലുള്ള മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോൾ പത്തനംതിട്ട 5 വേക്കൻസിയാണ് ഉള്ളത്. അതുപോലെ തന്നെ കാസർഗോഡ് 7 വേക്കൻസിയാണ് ഉള്ളത്. പത്തനംതിട്ടയിൽ നോക്കി 19 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാസർഗോഡ് 7 വേക്കൻസി ഉള്ളപ്പോൾ 54 പേരുടെ മെയിൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ
കുറച്ച് വിരോധാഭാസമായ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ വേറെ താരതമ്യം ചെയ്യും. പത്തനംതിട്ട ജില്ലയിൽ 5 വേക്കൻസിക്ക് 19 പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വയനാട് 6, അതായത് ഒരു വേക്കൻസിയുടെ കൂടുതലാണ്. അവിടെ 33 പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഏകദേശം 19ന്റെ ഇരട്ടിയോളം വയനാട് ഇട്ടിട്ടുണ്ട്. അപ്പം ലിസ്റ്റ് ഇതിന്റെ വേക്കൻസിയുടെ അനുസരിച്ചാണോ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഇത് നോക്കുമ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ജില്ലയിലും 75 കൂടുതലാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഓക്കെ, 74.47 വന്നിരിക്കുന്നത് വയനാട് മാത്രമാണ്. ബാക്കിയെല്ലാം അതായത് 70+ ആണ്. 74 ഇതുവരെ വന്നിരിക്കുന്നത് കുറഞ്ഞ കട്ട് ഓഫ്. കൂടിയ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 77.66 അത് വന്നിരിക്കുന്നത് കോഴിക്കോടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം. ഓക്കെ, ഇനി ബാക്കി ജില്ല, അതായത് തിരുവനന്തപുരത്ത് 18 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് ഏകദേശം ഈ ഒരു റേഞ്ചൊക്കെ വരാൻ 100 താഴെ ആൾക്കാരുടെ ലിസ്റ്റ് വരാനാണ് സാധ്യതയുള്ളത്. നമ്മൾ ഈ പറയപ്പെടുന്ന ഇതെല്ലാം, അതായത് കോഴിക്കോട് 26 വേക്കൻസി ഉള്ളപ്പോൾ 93 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 26 ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ടായിരിക്കുന്നത്. അവിടെ ഇട്ടിരിക്കുന്നത് 93 ആൾക്കാരുടെ എണ്ണമാണ്. വേക്കൻസി കുറവായിട്ടുള്ള ജില്ലകളിൽ എത്രത്തോളം ആൾക്കാരുടെ എണ്ണം 19 പേരുടെ മെയിൻ ലിസ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അസിസ്റ്റന്റ് HSCയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അത് എക്സാം കഴിഞ്ഞിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കാര്യം നമുക്ക് ഇത് വെച്ചും താരതമ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പം നിലവിൽ ഒരു ലിസ്റ്റ് ഉണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ, കാറ്റഗറി നമ്പർ 105/2020 ആണ്. അപ്പോൾ അതിന്റെ അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് ടോട്ടൽ അഡ്വൈസ് 368 ആണ്. ഓക്കെ, OCയിൽ 498 ആൾക്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ അവിടെ 892 പേരാണ് ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് 66 ആയിരുന്നു. ഓക്കെ, അവിടെ നമ്മൾ ഒന്നുകൂടെ നോക്കുമ്പോൾ OC 498 വരെ ആയിട്ടുണ്ട്. 892 പേരുടെ മെയിൻ ലിസ്റ്റാണ് അവിടെ ഇട്ടിരിക്കുന്നത്. കട്ട് ഓഫ് 66, അതായത് 892 പേരുടെ എണ്ണം വന്നപ്പോൾ 66 കട്ട് ഓഫ് ആയി. 498 OC വന്നിരിക്കുന്നത്. അപ്പം ഇനി എത്രത്തോളം അഡ്വൈസ് ഇവിടെ പോകും? അതായത് ഇതിന്റെ ഇപ്പം 2026 5-ാം മാസം അവസാനത്തോടു കൂടി ഈ ലിസ്റ്റ് ക്യാൻസൽ ആവും. അതായത് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ലിസ്റ്റ് ക്യാൻസൽ ആവും. അപ്പോൾ ഇനി ഏകദേശം 7-8 മാസത്തോളം മാത്രമേ ഈ ലിസ്റ്റിൽ കാലാവധി ഉള്ളൂ. അപ്പോൾ ആ 8 മാസത്തിനകത്ത് വെച്ച് എത്രത്തോളം അഡ്വൈസ് പോകുമെന്നുള്ള കാര്യം നമുക്ക് ഡൗട്ടാണ്. അപ്പോൾ ഇനി വരുന്ന ലിസ്റ്റിൽ അത്രത്തോളം ആൾക്കാരുടെ എണ്ണം കുറയും, നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ അത്രത്തോളം കട്ട് ഓഫ് കൂടും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അടുത്ത കൊല്ലത്ത് 143 ഇപ്പോഴത്തെ ടോട്ടൽ അഡ്വൈസ്. OC 301 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ അവിടെ 910 ആൾക്കാരുടെ എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. ഇതിനാണ് എത്ര കൂടുതൽ ഇട്ടിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് അറിയില്ല. 64 അവിടെ കട്ട് ഓഫ്. ഓക്കെ, ഇപ്പം ഇനി വരുന്ന ലിസ്റ്റിൽ കൊല്ലത്തൊക്കെ ഇത്ര ആൾക്കാരുടെ എണ്ണം വരുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. കട്ട് ഓഫിന്റെ കാര്യം നിങ്ങൾ ചിന്തിക്കുക. അടുത്ത 99 ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത്. OCയിൽ 161 ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ 392 പേരാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. കട്ട് ഓഫ് 61 ആയിരുന്നു. ഓക്കെ, ആലപ്പുഴ 151 ടോട്ടൽ അഡ്വൈസ്. 211 ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. 599 മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. 61.67 അവിടുത്തെ കട്ട് ഓഫ്. കോട്ടയത്ത് 101 ടോട്ടൽ അഡ്വൈസ്. 166 റാങ്കുകാരൻ വരെ OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. 586 ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. കട്ട് ഓഫ് 63. നെക്സ്റ്റ് ഇടുക്കിയിൽ 43, ഏറ്റവും കുറവ് അഡ്വൈസ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏറ്റവും കുറവ് കാസർഗോഡാണ്. അതിൽ പിന്നെ നോക്കുമ്പോൾ ഇടുക്കിയാണ്. ഇടുക്കി 43 ടോട്ടൽ അഡ്വൈസ്. 55 റാങ്ക് വരെ OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. 504 അവിടുത്തെ മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം ഇട്ടിരിക്കുന്നത്. ഓക്കെ, കട്ട് ഓഫ് 57.33 ആയിരുന്നു. ഇനി എറണാകുളത്ത് 202 ടോട്ടൽ അഡ്വൈസ്. 337 റാങ്ക് വരെ OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. 876 അവിടുത്തെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. 64.67 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. തൃശ്ശൂർ 139 ടോട്ടൽ അഡ്വൈസ്. 244 റാങ്ക് വരെ OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. 598 അവിടുത്തെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. 66.33 അവിടുത്തെ കട്ട് ഓഫ്. പാലക്കാട് നോക്കുമ്പോൾ പാലക്കാട് 136 ടോട്ടൽ അഡ്വൈസ്. 268 റാങ്ക് വരെ OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. 598 തന്നെയാണ് അവിടുത്തെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടാകുന്ന ആൾക്കാർ. 65.33 അവിടുത്തെ കട്ട് ഓഫ്. മലപ്പുറത്ത് 167 ടോട്ടൽ അഡ്വൈസ്. 279 റാങ്ക് വരെ OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. 730 അവിടുത്തെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. 63 അവിടുത്തെ കട്ട് ഓഫ്. കോഴിക്കോട് 167 ടോട്ടൽ അഡ്വൈസ്. 325 റാങ്ക് വരെ OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. 752 മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. 66 അവിടുത്തെ കട്ട് ഓഫ്. ഇനി വയനാട് 59 ടോട്ടൽ അഡ്വൈസാണ് പോയിരിക്കുന്നത്. OCയിൽ നിന്ന് 90 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുള്ളൂ. 300 പേരാണ് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 62 അവിടുത്തെ കട്ട് ഓഫ്. കണ്ണൂർ 114 ടോട്ടൽ അഡ്വൈസ്. 232 റാങ്ക് വരെ OCയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ 598 പേരാണ് ഉണ്ടായിരുന്നത്. 66 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. ഇനി കാസർഗോഡ് വെറും ഏറ്റവും കുറവ് അഡ്വൈസ് പോയിരിക്കുന്നത് കാസർഗോഡാണ്. 30 അഡ്വൈസാണ് അവിടെ പോയിരിക്കുന്നത്. OCയിൽ നിന്ന് 50 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. 457 അവിടുത്തെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. 60.67 അവിടുത്തെ കട്ട് ഓഫ്. അപ്പോൾ നിങ്ങൾ നോക്കി, അപ്പം ഓരോ ലിസ്റ്റിൽ ഓരോ ജില്ലയിലെയും ടോട്ടൽ അഡ്വൈസും അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരും ഞാൻ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ OCയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 6-7 മാസം കൂടെ ഉള്ളൂ ലിസ്റ്റിൽ തീരാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഈ 6 മാസം അല്ലെങ്കിൽ 7 മാസത്തിനകത്ത് വെച്ച് എത്രത്തോളം വേക്കൻസി വന്നാലും ഈ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അത്രയും എത്തുമോ? നിങ്ങൾ തന്നെ ചിന്തിച്ചു. കഴിഞ്ഞ ലിസ്റ്റിൽ എല്ലാം കട്ട് ഓഫ് 70 താഴെയായിരുന്നു. അപ്പോൾ ഇനി വരുന്ന, അതായത് ഇപ്പം നമ്മൾ വരാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ ലിസ്റ്റിൽ മുമ്പേ കണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ അസിസ്റ്റന്റോട് ചേർത്തിട്ട്
എത്രത്തോളം കട്ട് ഓഫ് വരും എന്ന് വെയിറ്റ് ചെയ്യാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റും കൂടെ നമ്മൾ താരതമ്യം ചെയ്യും. ലാബ് അസിസ്റ്റന്റിനെക്കാട്ടിലും കുറച്ച് ആൾക്കാർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് എക്സാം എഴുതിയ ഒരു എക്സാമാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. ഓക്കെ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ കുറച്ചുകൂടെ ആൾക്കാർ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പ്രിലിമിനറി പരീക്ഷയില്ലായിരുന്നു, മെയിൻ പരീക്ഷ ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളായിരുന്നു. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ്, അതായത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതിയത്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കൂടെ അതിനകത്തുണ്ട്. കോമ്പറ്റീഷൻ കൂടിയ ഒരു എക്സാം ആയിരുന്നു അസിസ്റ്റന്റ് സെയിൽസ്മാൻ. ലാബ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വേക്കൻസി താരതമ്യം കുറവായതുകൊണ്ട് അതുപോലെ തന്നെ കട്ട് ഓഫ് അത്രയും കൂടി ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് ഇട്ടിരിക്കുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാനിലോട് വരുമ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ലിസ്റ്റിന്റെ അത്രയും ആൾക്കാർ ഇടില്ല. അത് നമുക്ക് ഈ അഡ്വൈസ് ചാർട്ട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം കഴിഞ്ഞിട്ടതിന്റെ അത്രയും ആൾക്കാരുടെ എണ്ണം ഇവിടെ ഇല്ല. കട്ട് ഓഫ് മിക്കവാറും എല്ലാ ജില്ലയിലും 70+ പോകാനാണ് സാധ്യത ഉള്ളത്. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ടുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റോടെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.